സമ്പന്നരുടെ ഭാഷയിൽ പണം നഷ്ടപ്പെടുന്നത് പരാജയമല്ല, പരാജയം എന്നത് എങ്ങനെ അത് പുനർനിർമ്മിക്കണമെന്ന് അറിയാത്തതാണ്. നൂറ്റാണ്ടുകളായി പണക്കാരായി മാത്രം നിലനിൽക്കുന്ന ചില മതക്കാരുണ്ട്, അല്ലെങ്കിൽ വിഭാഗക്കാരുണ്ട്. പാഴ്സി, മാർവാടി തുടങ്ങിയ ചില സമ്പന്ന വിഭാഗക്കാർ. എല്ലാ കാലവും അവരുടെ കയ്യിൽ പണമാണ്, അല്ലെങ്കിൽ പണക്കാരാണ്. ഇത് ഭാഗ്യം കൊണ്ട് മാത്രമാണ് നൂറ്റാണ്ടുകളോളം അവർ പണക്കാരായി നിലനിൽക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എന്നാൽ അങ്ങനെയല്ല. അതിന് ചില രഹസ്യങ്ങൾ അവർ ഉപയോഗിക്കുന്നുണ്ട്. അത് വീഡിയോയുടെ അവസാനം പറയാമെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഇപ്പോഴേ പറയാം. ഒന്നാമതായി, അവർ അവരുടെ മക്കൾക്ക്, ഭാവി തലമുറകൾക്ക്, ജനിക്കുന്ന ഓരോ കുട്ടിക്കും പണത്തിൻ്റെ, സമ്പത്തിൻ്റെ ഒരു മാനസികാവസ്ഥയും വിദ്യാഭ്യാസവും നൽകുന്നുണ്ട്. വിദ്യാഭ്യാസം നമുക്കും ഇല്ലേ എന്ന സംശയം നിങ്ങൾക്ക് വരാം. എന്നാൽ നമുക്ക് പണത്തെക്കുറിച്ചുള്ള വിദ്യാഭ്യാസം സ്കൂൾ തലങ്ങളിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നതാണ് സത്യം. പണം എങ്ങനെ ഉണ്ടാക്കാം, അത് എങ്ങനെ നിലനിർത്താം, കയ്യിലുള്ള പണത്തെ എങ്ങനെ ഉപയോഗിക്കാം, എങ്ങനെ ഇരട്ടിയാക്കാം, പണത്തെ എങ്ങനെ ഉപയോഗിക്കുമ്പോഴാണ് വീണ്ടും അത് ഇരട്ടിയായി തിരികെ നമ്മളിലേക്ക് തന്നെ വരുന്നത്, ഇതൊന്നും നമ്മെ സ്കൂൾ തലങ്ങളിലോ കോളേജ് തലങ്ങളിലോ പഠിപ്പിക്കുന്നില്ല. വിദ്യാഭ്യാസം നമുക്ക് ധൈര്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും സമ്പത്തോടെയും ജീവിക്കാനുള്ള പ്രാപ്തി നൽകും. എന്നാൽ വിദ്യാഭ്യാസം കഴിഞ്ഞിറങ്ങിയ ഭൂരിപക്ഷം പേരും ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, ജീവിക്കാൻ പാടുപെട്ടുകൊണ്ടേയിരിക്കുകയാണ്. സമ്പന്ന വിഭാഗക്കാർ പണത്തെക്കുറിച്ചുള്ള ശരിയായ വിദ്യാഭ്യാസം മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മാത്രമല്ല, ഒരു സമ്പന്നന്റെ മാനസികാവസ്ഥയും അവരിൽ വളർത്തിയെടുക്കുന്നുണ്ട്. പണമില്ലാത്തവർ പണമുണ്ടായാൽ അത് വാങ്ങാമായിരുന്നു, ഇത് വാങ്ങാമായിരുന്നു, അങ്ങനെ ജീവിക്കാമായിരുന്നു എന്നൊക്കെ കാണുമ്പോൾ, സമ്പന്നർ അവരുടെ തലമുറകൾക്ക് പണത്തെ എങ്ങനെ വളർത്താം, വർദ്ധിപ്പിക്കാം എന്നും അതിനെ എങ്ങനെ സംരക്ഷിക്കാം എന്നുമാണ് പഠിപ്പിക്കുന്നത്. പണം എന്നത് വളർത്തിയെടുക്കേണ്ട, സംരക്ഷിക്കേണ്ട ഒരു വിഭവമായാണ് കാണുന്നത്. അവരുടെ കണ്ണിൽ സമ്പത്ത് എന്നത് പണം മാത്രമല്ല, മറിച്ച് സ്വാധീനം, വലിയ വലിയ ബന്ധങ്ങൾ, നെറ്റ്വർക്കുകൾ, അറിവ് എന്നിവയെല്ലാം സമ്പത്താണ്. അതിനാൽ തനിക്ക് ചുറ്റും നല്ല ഒരു നെറ്റ്വർക്ക്, സ്വാധീനമുണ്ടാക്കാൻ കൂടി അവർ ശ്രമിക്കും. സാമ്പത്തിക വിദ്യാഭ്യാസമാണ് അവരിൽ പ്രധാനം. ചെറുപ്പം മുതലേ അവർ കുട്ടികൾക്ക് നിക്ഷേപം, വൈവിധ്യമാർന്ന പോർട്ട്ഫോളിയോകളുടെ പ്രാധാന്യം എന്നിവയൊക്കെ പരിചയപ്പെടുത്തും. ചെറിയ നിക്ഷേപങ്ങൾ ശീലമാക്കാൻ ചെറുപ്പത്തിലേ അവരെ പഠിപ്പിക്കും. കാരണം അവരുടെ പണം അതിലൂടെ അവർക്കായി പണിയെടുക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. പിന്നീട് അവർ ശ്രദ്ധിക്കുന്നത് അവരുടെ ചുറ്റും നല്ല ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുകയും നിലനിർത്തുകയും ചെയ്യുക എന്നതാണ്. അതിനാൽ അവർ സോഷ്യൽ ക്ലബ്ബുകൾ, എലൈറ്റ് സ്കൂളുകൾ, കൂടാതെ സമാന ചിന്താഗതിക്കാരായ വ്യക്തികളുമായി കുടുംബ ഒത്തുചേരൽ പോലുള്ള പ്ലാറ്റ്ഫോമുകൾ എന്നിവയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കാരണം സമ്പന്നരുടെ സമാന ചിന്താഗതിയുള്ളവരുമായി സമ്പർക്കം ചെലുത്തുമ്പോൾ, അങ്ങനെയുള്ളവരോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മളും ആ ചിന്താഗതിയിലേക്ക് മാറുകയും സാമ്പത്തിക വളർച്ച കൂടുതൽ കൈവരിക്കുകയും ചെയ്യും. സമ്പന്ന കുടുംബങ്ങൾ അവരുടെ പാരമ്പര്യത്തിൻ്റെ പ്രാധാന്യം ഊന്നി പറയുന്നു. കുട്ടികളെ ദീർഘകാലത്തിൽ ചിന്തിപ്പിക്കാൻ പഠിപ്പിക്കുന്നു. അവരുടെ ഒരു കുടുംബ ബിസിനസ് സംരക്ഷിക്കുന്നതായാലും ട്രസ്റ്റുകൾ കൈകാര്യം ചെയ്യുന്നതായാലും ഭാവി തലമുറയ്ക്ക് കൂടി ഉള്ളതാണ് എന്ന, ഭാവി തലമുറകളെ കൂടി മനസ്സിൽ വെച്ചാണ് തീരുമാനങ്ങൾ എടുക്കുക. അതിനാൽ നിങ്ങളും നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ പിന്നാലെ വരുന്നവർക്ക് വേണ്ടിയും സമ്പത്തിൻ്റെ കാര്യസ്ഥനായി സ്വയം കരുതുക. സമ്പന്നർ അവരുടെ തലമുറകളെ നേതൃത്വം വഹിക്കാനും ശരിയായ ചർച്ചകൾ നേരിടാൻ, പല വ്യത്യസ്ത സംസ്കാരങ്ങളുമായുള്ള സമ്പർക്കം, സംവാദം തുടങ്ങി വെല്ലുവിളികളെ നേരിടാൻ പ്രാപ്തരാക്കുന്നു. അതിനാൽ തന്നെ അവർ അപകട സാധ്യതകൾ നേരിടാൻ പ്രാപ്തരാകുകയും പ്രതിരോധശേഷി ഉള്ളവരായും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിവുള്ളവരായും മാറുന്നു. നിക്ഷേപങ്ങളിലോ ബിസിനസ്സിലോ വ്യക്തിപരമായോ അവർക്ക് വരുന്ന അപകട സാധ്യതകൾ കൈകാര്യം ചെയ്യാൻ വരും തലമുറയെ പഠിപ്പിക്കുന്നു. പരാജയങ്ങളിൽ നിന്ന് എങ്ങനെ തിരിച്ചു വരാമെന്നും മാറുന്ന സാഹചര്യങ്ങളുമായി എങ്ങനെ പൊരുത്തപ്പെടാമെന്നും അവരെ പഠിപ്പിക്കുന്നു. പണക്കാരുടെ ഭാഷയിൽ പണം നഷ്ടപ്പെടുന്നത് പരാജയമല്ല, പരാജയം എന്നത് എങ്ങനെ അത് പുനർനിർമ്മിക്കണമെന്ന് അറിയാത്തതാണ്. ലാഭം മാത്രമല്ല, തത്വങ്ങളിലാണ് സമ്പത്ത് കെട്ടിപ്പടുക്കുന്നത്. കൊടുക്കൽ വളരാനുള്ള ഒരു നല്ല മാർഗമാണ്. ഒരു നിശ്ചിത ശതമാനം ലാഭം അവർ ദാനം കൊടുക്കാൻ വേണ്ടി മാറ്റിവെക്കാറുണ്ട്. സമ്പന്നർക്ക് ലക്ഷ്യം ലാഭത്തേക്കാൾ വലുതാണ്. നിങ്ങളും പണത്തെക്കുറിച്ച് കുട്ടികളെ നേരത്തെ തന്നെ പഠിപ്പിക്കുക. വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സമ്പന്നരുമായുള്ള, ഉന്നതരുമായുള്ള, നിങ്ങളെ പിന്തുണയ്ക്കുന്നവരുമായുള്ള ഒരു നെറ്റ്വർക്ക് ബന്ധങ്ങൾ സൃഷ്ടിക്കുക. ഭാവിയിലേക്കുള്ള ഒരു പ്ലാൻ ആസൂത്രണം ചെയ്തു വയ്ക്കുക. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സമ്പന്നർക്ക് അവരുടെ ലക്ഷ്യങ്ങളെയും അഭിലാഷങ്ങളെയും കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് പലപ്പോഴും ഉണ്ടായിരിക്കും. സ്ഥിരോത്സാഹവും
സഹിഷ്ണുതയും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അവർ എളുപ്പം തളരില്ല. പരാജയങ്ങളിൽ നിന്ന് തിരിച്ചു വരും. റിസ്ക് എടുക്കാനുള്ള കഴിവുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അവർ അവരുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന് കണക്കുകൂട്ടിയ റിസ്ക് എടുക്കുന്നു. സാമ്പത്തിക സാക്ഷരത ഉണ്ടാകും. അതിനാൽ പണവും നിക്ഷേപവും മനസ്സിലാക്കുന്നതിന് അത് നിർണായക പങ്ക് വഹിക്കുന്നു. തുടർച്ചയായ പഠനമുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അവർ എപ്പോഴും പുതിയ കാര്യങ്ങൾ മെച്ചപ്പെടുത്താനും പഠിക്കാനും ശ്രമിക്കുന്നു. പൊരുത്തപ്പെടാനുള്ള കഴിവുണ്ടായിരിക്കും. ഇത് സമ്പന്നരായ വ്യക്തികളെ മാറുന്ന സാഹചര്യങ്ങളോടും വിപണികളോടും പൊരുത്തപ്പെടാൻ കഴിവുള്ളവരാക്കി മാറ്റും. നെറ്റ്വർക്കിംഗ് കഴിവുണ്ടായിരിക്കും. ഇതവർക്ക് അവസരങ്ങളുടെ താക്കോലായി മാറുന്ന നല്ല ബന്ധങ്ങൾ, കണക്ഷനുകൾ ഉണ്ടാക്കാൻ സാധിക്കും. കാലതാമസത്തെ അംഗീകരിക്കാനുള്ള കഴിവുണ്ടായിരിക്കും. ഇതവരെ ഹ്രസ്വകാല സന്തോഷത്തേക്കാൾ ദീർഘകാല നേട്ടങ്ങൾക്ക് മുൻഗണന നൽകാൻ അവരെ പ്രാപ്തരാക്കും. പുതുമയും സർഗാത്മകതയും ഉണ്ടായിരിക്കും. അതിനാൽ തന്നെ ധനികർ എപ്പോഴും പുതുമയായി പുതിയ എന്തെങ്കിലും കൊണ്ടുവരികയോ സൃഷ്ടിക്കുകയോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അച്ചടക്കവും ശ്രദ്ധയും ഉണ്ടായിരിക്കും. അതിനാൽ തന്നെ അവർ അവരുടെ ശീലങ്ങളിൽ അച്ചടക്കം പാലിക്കുകയും ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യും. വീഡിയോ കണ്ട ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി.